മൂന്നുപേരും കൂടെ തലയിൽ മാറി മാറി മർദ്ദിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തടയാൻ പോലും സമയം കിട്ടിയില്ല. കാരണം തലയിൽ അടിച്ചപ്പോൾ പിന്നീട് ഒന്നും കാണാൻ പറ്റത്തില്ല. രാഷ്ട്രീയപരമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷേ പണ്ട് സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. അപ്പോൾ കൂട്ടുകൂടാൻ കൊള്ളില്ല എന്നറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങ് ഒഴിവാകായിരുന്നു. പിന്നീട് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒരു സംസാരമില്ല അവരുമായിട്ട്. സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികൾ ഉണ്ടാക്കുന്ന അടിപിടി കേസുകൾ പരസ്പരം തല്ലിത്തീർക്കാമെന്നുള്ള മനോഭാവം, അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമായി നിൽക്കുന്നത് വിഗ്യാൻ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായ ക്രിസ്റ്റോ ആണ്. ക്രിസ്റ്റോയെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെ തല്ലിച്ചതച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് കോളേജിൽ ഉണ്ടായതെന്നത് ഇപ്പോൾ ക്രിസ്റ്റോ തന്നെ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? അപ്പോൾ മെനിഞ്ഞാന്ന് 4:30-ക്കാണ് സംഭവം. നമുക്ക് പരീക്ഷയായിരുന്നു. അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിലുണ്ടായിരുന്ന പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന അർജുൻ എന്ന ഒരു പയ്യൻ. അപ്പോൾ അവൻ്റെ പേര് വിളിച്ചു. ഞാൻ ആദ്യം തുടക്കത്തിൽ കേൾക്കാത്ത പോലെ പോയി. അപ്പോൾ വീണ്ടും വിളിക്കുന്നതായിട്ട് ഞാൻ ചോദിച്ചു, എന്തിനാടാ വിളിക്കുന്നത്? ജനൽ വഴിയാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു, നീ എന്തിനാടാ ചെറിഞ്ഞു നോക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ ചെറിഞ്ഞ് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ പിന്നെ എന്തിനാടാന്നും പറഞ്ഞ് ഒരു മോശമായിട്ടുള്ള വാക്കും പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു നീ പോടാന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലോട്ട് പോയി. ക്ലാസ്സിലോട്ട് പോയപ്പോൾ പുറകിൽ അർജുനും അവൻ്റെ 2 കൂട്ടുകാരുമായിട്ട് പെട്ടെന്ന് ഉടൻ തന്നെ പുറയുന്ന വരെയാണ് വന്ന്. സംസാരമൊന്നുമില്ല. അപ്പോൾ ആദ്യം ഒരു പയ്യനെ തള്ളി. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ നിങ്ങളുമായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ, പിന്നെ എന്തിനാടാ പറഞ്ഞതെന്ന് ചോദിക്കുന്നതിനിടെ 3 പേരും കൂടെ തലയിൽ മാറി മാറി മർദ്ദിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തടയാൻ പോലും സമയം കിട്ടിയില്ല. കാരണം തലയിൽ അടിച്ചപ്പോൾ പിന്നീട് ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പിന്നീട് ഇത് കണ്ടിട്ട് ഒരു കൂട്ടുകാരൻ വന്ന് പിടിച്ച് മാറ്റുകയായിരുന്നു. അപ്പോൾ ആ കൂട്ടുകാരൻ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവന് തന്നെ ഹാനിയായിരുന്നു. മുഖത്തൊക്കെ അടിച്ചിട്ടുണ്ട്. അത് അന്ന് നല്ല ആഴത്തിൽ മുറിവുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തിട്ടുണ്ട്. മെനിഞ്ഞാന്ന് 4:30-ക്ക്. ഇത് സുഹൃത്തുക്കളാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷേ പണ്ട് സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. അപ്പോൾ കൂട്ടുകൂടാൻ കൊള്ളില്ല എന്നറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങ് ഒഴിവാകായിരുന്നു. പിന്നീട് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒരു സംസാരമില്ല അവരുമായിട്ട്. അങ്ങനെ മാറി നടക്കുകയായിരുന്നു. എന്തിനാണ് തല്ലിയത്? ഇങ്ങനെ നോക്കി എന്നതിന്റെ കാരണം കൊണ്ട് മാത്രമാണോ? ഇതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഒരു പ്രശ്നമില്ല, അവരുമായിട്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് അച്ഛൻ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പാളിനോട് സംസാരിച്ച ശേഷം അവരോട് ചോദിച്ചു അടിക്കാനുണ്ടായ കാരണം എന്താണെന്ന്. അപ്പോൾ അവർ പറയുന്നത് ചെറിഞ്ഞു നോക്കി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇതാണ് പറയുന്നത്, ചെറിഞ്ഞു നോക്കി, അതുകൊണ്ടാണ് അടിച്ചത്. അവർ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. 2 തവണ ഇതിനു മുമ്പ് ഇതേപോലെ പയ്യന്മാരെ ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു പയ്യനെ നല്ല ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് നല്ല പരുക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും കോളേജ് വലിയ ആക്ഷനൊന്നും എടുത്തിട്ടില്ല, സസ്പെൻഷൻ മാത്രമായിരുന്നു. സസ്പെൻഷൻ കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ തന്നെ അതിനുശേഷം വീണ്ടും ഇതേപോലെ തന്നെയാണ് അവർ ആവർത്തിക്കുന്നത്. ഇപ്പം എന്താണ് ഈ പ്രശ്നം പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പം കോളേജിന്റെ ഭാഗത്തു നിന്ന് എന്താണ് നടപടി ഉണ്ടായത്? അവർ സസ്പെൻഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്, അല്ലാതെ ബാക്കിയൊന്നും അറിയില്ല. പിന്നെ ഇപ്പം കോളേജിൽ പോയിട്ടുണ്ടായിരുന്നോ ഇതിന് ശേഷം? ഇതുവരെ പോയില്ല. എനിക്ക് ഇന്ന് പരീക്ഷയാണ്, എഴുതാൻ പോകുന്നില്ല. മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് എഴുതാൻ. മാനസികമായിട്ട് പിന്നെ ശാരീരികമായിട്ട് അധികം ഇരിക്കാനൊന്നും പറ്റില്ല. ഇപ്പം തലവേദനയൊക്കെയുണ്ട്. എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള FIR രജിസ്റ്റർ ചെയ്തു, അത് തന്നെയാണ്. ഇതിപ്പം വളരെ വലിയൊരു വിഷയമാണ്. ഇപ്പം അടിച്ചു അല്ലെങ്കിൽ സുഹൃത്തുക്കളാണ് എന്നതിനുപരി കേൾക്കുന്നുണ്ടാവുമല്ലോ വാർത്തകളൊക്കെ, കോളേജ് ക്യാമ്പസുകളിലൊക്കെ തല്ലി തീർക്കാമെന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് കുട്ടികൾ എത്തുന്നുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണോ ഇപ്പോൾ തന്നെ തല്ലിയവരും ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ആയിരിക്കും. അവർക്ക് കോളേജിൽ ഇങ്ങനെ റോൾ കാണിച്ച് മെയിനായിട്ട് നടക്കണം, അതിൻ്റെ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കണം. പക്ഷേ ഞാനതിന് തുനിഞ്ഞില്ല. കൂട്ടുകാരുമായിട്ട് തിരിച്ചടിക്കാനൊന്നും പോയിട്ടില്ല. നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നിയമത്തിൻ്റെ പക്ഷത്ത് പോട്ടെ എന്ന് വിചാരിച്ചു നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു? അത് സംഭവം കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ കോളേജിൽ വന്ന് പ്രിൻസിപ്പാളുമായിട്ടൊക്കെ സംസാരിച്ചു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് സംസാരം കഴിഞ്ഞിട്ട് നേരെ എന്നെ ആശുപത്രി കൊണ്ടുപോയി. എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. ആശുപത്രിയിൽ നിന്ന് എന്താണ് റിപ്പോർട്ട് പറഞ്ഞത്? ആശുപത്രിയിൽ നിന്ന് സ്കാനൊക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ചതവും മുറിവുമാണ് ഉണ്ടായിരുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് മരുന്നുകൾ തന്നു. ഈ പ്രശ്നത്തിന് ശേഷം ഈ ഉപദ്രവിച്ചവരായിട്ട് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിരുന്നോ? സ്കൂളിൽ നിന്നല്ലാതെ ഇപ്പം സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് പാരൻസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും? അല്ല, സുഹൃത്തുക്കൾ കോണ്ടാക്ട് ചെയ്തിട്ടോ അവർ പറയുന്നത് ഒത്തുതീർക്കാന്നാണ്. കോളേജിൽ അതേപോലെ തന്നെയാണ് പറയുന്നത്, ഒത്തുതീർത്ത് വിടുക. അപ്പം ഒത്തുതീർത്തിട്ട് വീണ്ടും അവർ ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. നേരത്തെയും 2 പ്രശ്നങ്ങൾ അവരുടെ പേരിൽ നേരത്തെ ഉണ്ട്. അവർ അപ്പോഴും ഒത്തുതീർത്തതാണ്. എന്നിട്ട് വീണ്ടും അവരത് തന്നെയാണ് ആവർത്തിക്കുന്നത്. നേരത്തെ അവരെന്ത് പ്രശ്നത്തിലാണ് ഉണ്ടായിരുന്നത്?
നേരത്തെ ഒരു പയ്യന് ഇതേപോലെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ എടുത്തിട്ട് ഇടിക്കുകയായിരുന്നു 3-4 പേര് ചേർന്ന്. എത്ര പേരുണ്ടായിരുന്നു? എന്നെ ഇടിച്ചപ്പോൾ 3 പേരായിരുന്നു. അവിടുത്തെ കാര്യം ഒരു 3-4 പേരുണ്ടായിരുന്നു ഇടിച്ചത്. ആ പയ്യൻ എവരും ഉണ്ടായിരുന്നു, എന്നെ ഇടിച്ചവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യന് നല്ല പരിക്കേറ്റതാണ്. പക്ഷേ നിയമപരമായിട്ട് അവർ മുന്നോട്ട് പോയില്ല. ആരാണ് ഈ ഉപദ്രവിച്ചത്? സുഹൃത്തുക്കളാണോ അല്ലെങ്കിൽ സീനിയേഴ്സ്? അങ്ങനെ സീനിയേഴ്സ് അല്ല, ഒരേ ഇയറാണ്, വേറെ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് മാത്രമേ ഉള്ളൂ. പരസ്പരം പരിചയമുള്ള ആളുകളാണ്. അപ്പം അടിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല എന്തിനാ എന്നെ തല്ലുന്ന അല്ലെങ്കിൽ തല്ലരുതെന്ന് അങ്ങനെ എന്തെങ്കിലും? സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. സംസാരിച്ച് തീർക്കാന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ സംസാരിക്കാൻ പോലും സമ്മതിച്ചില്ല. അതിന് മുമ്പ് ഇടി തുടങ്ങി. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? കട്ടക്കോട് വിഗ്യാൻ കോളേജിലാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ BBA ആണ്, അവർ സെക്കൻഡ് ഇയർ BCom. അവര് കോളേജിൽ പോയോ അങ്ങനെ എന്തെങ്കിലും അറിയോ? ഇപ്പോൾ എക്സാം ആണെന്ന് പറഞ്ഞല്ലോ, അവർ കോളേജിൽ എത്തിയിട്ടുണ്ടോ? അത് ഇതുവരെ അറിവില്ല കോളേജിൽ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനിയാണ് എക്സാം തുടങ്ങുന്നത്. എന്താണ് വീട്ടിൽ വന്നിട്ട് ആരെടുത്താ പറഞ്ഞ? അച്ഛൻ്റെ അടുത്തോ? അല്ല, ഞാൻ അപ്പോൾ തന്നെ അവിടെ വെച്ച് സംഭവം അച്ഛനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അച്ഛൻ ഒരു 1/2 മണിക്കൂറിനകത്ത് കോളേജിലെത്തി. അച്ഛനെന്താ ജോലി? അച്ഛന് ഇത് നഴ്സറി, ചെടി നഴ്സറി അങ്ങനെയൊക്കെ. അച്ഛനെന്താ ഇതുമായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ? അതെ. എന്താണ് അച്ഛൻ പറയുന്നത്? നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാമെന്നാണ്. ഇത് തന്നെയാണ് പല ക്യാമ്പസുകളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഒന്ന് നോക്കിയതിന് ഇഷ്ടപ്പെടാതെ വരിക, അല്ലെങ്കിൽ നിസാരമായിട്ടുള്ള പല കാര്യങ്ങളുടെ പേരിലും കുട്ടികൾ പരസ്പരം തല്ലുകയാണ്. തല്ലിത്തീർക്കുമ്പോൾ കൃത്യമായൊരു നടപടി ഉണ്ടാകാത്തതിൻ്റെ പേരിൽ തന്നെയാണ് വീണ്ടും ഇത് ആവർത്തിക്കാൻ അവർക്കൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇപ്പോൾ ക്രിസ്റ്റ പറഞ്ഞതുപോലെ തന്നെ ഒരു സസ്പെൻഷനിൽ ഒതുങ്ങും എന്നുള്ള ധൈര്യം തന്നെയാണ് ഈ കുട്ടികളെയും ഇത്തരത്തിലുള്ള ഓരോ അക്രമത്തിനും പ്രേരിപ്പിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇതിന് കൃത്യമായ നടപടി നിയമത്താൽ തന്നെയാണ് വേണ്ടതെന്നതാണ് പറയേണ്ടുന്നത്.